ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, സിമ്പിൾ വി നെക്കും അതുപോലെ തന്നെ ലേസൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു മോഡൽ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഇവിടെ ഐ ബട്ടൺ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി, നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. ഇത് നമ്മൾ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ അത് ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം വേണം സെക്കൻഡ് പാർട്ട് കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വി നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസൊക്കെ കട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കറക്റ്റ് മിഡിൽ പോയിൻറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. തുണിയുടെ ഏറ്റവും ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ടേപ്പ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം കറക്റ്റ് നടുക്കൂടെ മടക്കുമ്പോൾ നമുക്ക് ആ തുണി കറക്റ്റായിട്ടാണ് കട്ട് ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെ കിട്ടത്തുള്ളൂ കേട്ടോ. മിഡിൽ പോർഷനിൽ നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം വി നെക്കും ആലില നെക്കും ഒക്കെ വെക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ചരിഞ്ഞ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റൗണ്ട് നെക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാലും നമുക്കധികം അങ്ങനെ അറിയത്തില്ല. പക്ഷേ ഇതുപോലുള്ള നെക്കുകൾ വളരെ ശ്രദ്ധിക്കണം. എന്നിട്ട് 1/2 ഇഞ്ച് വീതിയിൽ നമ്മളിത് കട്ട് ചെയ്തിട്ട് എല്ലാ ഭാഗവും ഇതേപോലെ നമുക്ക് ചെറിയ കട്ടിങ് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് നെക്കിൻ്റെ അരികു വശത്തൂടെ വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലേസിൻ്റെ പുറത്തൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാണ്. ഇത് മീറ്ററിന് 28 രൂപയാണ് വരുന്നത്. അപ്പോൾ കുറച്ച് നല്ല ഭംഗിയുള്ളത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ നെക്കിന് വയ്ക്കുന്നത് ഇതുപോലെ ഇങ്ങനെ സീക്വൻസ് വർക്കൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് മീറ്ററിന് 28 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ 1.10 ഞാൻ എടുത്തിട്ടുണ്ട്. 1 മീറ്ററും 10 സെൻറ്റിമീറ്ററും എടുത്തിട്ടുണ്ട്. എനിക്കത് കറക്റ്റായിരുന്നു. നെക്കിനും സ്ലീവിനും എനിക്ക് കൃത്യമായിട്ട് വെക്കാനായിട്ട് കിട്ടി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തീരെ ചെറുതെടുത്താൽ, ഇതിപ്പം ബ്ലാക്ക് കുർത്തി ആയതുകൊണ്ട് ബ്ലാക്ക് തന്നെ വെക്കുമ്പോൾ തീരെ ചെറുതാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ വലുതാണെങ്കിൽ കുറച്ചുകൂടെ ഒരു അട്രാക്ഷനാണ് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് വലുത് എടുത്തത്. അപ്പോൾ ഇത് നെക്കിൻ്റെ അരികിനൂടെ തന്നെ നമുക്ക് വെച്ച് തയ്ച്ചെടുക്കണം. നമ്മുടെ മിഡിൽ പോയിൻ്റ് ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഇതുപോലെ നമ്മളൊന്ന് മടക്കിയിട്ട് നമുക്ക് എത്രയാണോ മടക്ക് വന്നത് കറക്റ്റ് ആ മടക്ക് ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ ഒരു ചോക്ക് കൊണ്ട് നമുക്ക് വരച്ചെടുക്കാം. എന്നിട്ട് അതൊന്ന് കൂട്ടി തയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ആ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത ഭാഗം ഇതേപോലെ നമ്മളൊന്ന് തയ്ച്ചെടുക്കുകയാണ്. ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുക. എന്നിട്ട് ആ മിച്ചമുള്ള പീസ് നമുക്ക് അതങ്ങ് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ ഇങ്ങനെ മുഴച്ചിരിക്കത്തുമില്ല, നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ വെച്ച് നോക്കണം കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ. കറക്റ്റ് ആ പോയിന്റിൽ തന്നെ നമ്മൾ വെച്ച് തയ്ച്ചാൽ മാത്രമേ നമുക്ക് ഭംഗിയായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ മിച്ചമുള്ള പീസ് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ കറക്റ്റ് ഒരേ വീതിയിലുള്ള ലേസ് ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ പോലുള്ള ഒരു ഷേപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ ചരിഞ്ഞ്, അതായത് ഒരു ഫ്ലവർ ഒരു വശത്തേക്കൊക്കെ ആയിപ്പോവും, അങ്ങനെയൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇതിന് അങ്ങനെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടും. അതല്ലെങ്കിൽ ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ അവിടെ ഒരു കട്ടി പിടിച്ചിരിക്കുന്ന പോലെ ആ ഡിസൈൻ ഫുൾ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് അതിൻ്റെ ഇപ്പുറത്തൂടെ തന്നെ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അവിടെ ഫുൾ കവർ ചെയ്തിട്ട് വരുന്ന ഭാഗങ്ങളിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ്. അല്ലാതെ ഇങ്ങനെ ഹോളുള്ള ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ ഈ സ്റ്റിച്ച് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒട്ടും അറിയാത്ത രീതിയിൽ നമ്മളത് ചെയ്തെടുക്കുക. ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തില്ലെങ്കിൽ നന്നായിട്ട് പതിഞ്ഞിരിക്കില്ല. ഇങ്ങനെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ മലന്നിരിക്കുന്ന പോലെ ഇരിക്കും വീതിയുള്ളതാവുമ്പോൾ. അതുകൊണ്ടാണ് 2 സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ അതാ ഇതേപോലെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടി കണ്ടോ. ഫുള്ള് 2 വശത്തും നമ്മൾ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ബാക്ക് നെക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ എങ്ങനെയാണോ ക്യാൻവാസ് വെച്ച് തയ്ച്ചത് അതേപോലെ തന്നെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് ചെറിയ കട്ടിങ് ഒക്കെ കൊടുത്തു. ഇനി നമുക്ക് അടുത്തത് ഷോൾഡർ പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഷോൾഡർ നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് ബാക്ക് സൈഡിൻ്റെ ക്യാൻവാസ് റൈറ്റ് സൈഡിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണേ. ഇനി ഇത് നമുക്ക് 2 സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് പിന്നെ വെച്ചിട്ട് ഇങ്ങനെ തെള്ളുന്നത് കുറച്ചുകൂടെ നന്നായിട്ട് ഇങ്ങനെ ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, തയ്ക്കുമ്പോൾ തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ഷോൾഡറും നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് ചേർന്ന് തന്നെ നമുക്ക് കിട്ടും. ഇനി അടുത്ത് നമുക്ക് സ്ലീവാണ് ചെയ്യാനായിട്ടുള്ളത്. അല്ല, ബാക്ക് സൈഡ് നമ്മൾ തയ്ച്ചില്ല കേട്ടോ. അപ്പോൾ ഇത് ക്യാൻവാസ് ഉള്ളിലേക്ക് നമുക്ക് മടക്കി വെച്ചിട്ട് ക്യാൻവാസ് നമുക്കിങ്ങനെ പതിച്ച് തയ്ച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഫുള്ളായിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ തയ്ക്കുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഹെം ചെയ്തെടുത്താലും മതി. ഇപ്പോൾ തയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഇതുപോലത്തെ പുള്ളികളുള്ള തുണികളാകുമ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് അധികം അങ്ങനെ അറിയത്തില്ല.
ഇനി അടുത്ത നമുക്ക് ഷോൾഡർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഷോൾഡർ ഞാൻ കുറച്ച് വീതി കൂട്ടിയാണ് എപ്പോഴും കട്ട് ചെയ്യാറുള്ളത്. കാരണം ക്രേപ്പ് മെറ്റീരിയൽ അതുപോലെ ജോർജറ്റ് മെറ്റീരിയലൊക്കെ ഇങ്ങനെ ഈ ഒഴുക്കൻ ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ട് ഷോൾഡറൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇത്തിരി ഉള്ളിലേക്കൊക്കെ കയറി പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വീതി കൂട്ടിയിടും. എന്നിട്ട് നമുക്കത് ഷോൾഡർ പിന്നീട് കറക്റ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ നെക്ക് 3 എടുത്തത്. ഷോൾഡർ അപ്പോൾ ഞാനൊരു 3.5 ഒരു 3.25 വെച്ചിട്ട് കുറച്ചുള്ളിലേക്ക് കയറ്റി 3.25 വെച്ച് മാർക്ക് ചെയ്യുകയാണേ. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. വീനെക്കിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ വീതി ഒരുപാട് ഷോൾഡറിന് കൂടിപ്പോയാൽ അവിടെ ഇങ്ങനെ നന്നായിട്ട് ചുളിവ് വരും. അപ്പോൾ അതുകൊണ്ടാണ് അധികം വീതി വേണ്ട എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രണ്ടും ബാക്കും എല്ലാം ഒരേപോലെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇനി അടുത്തത് ഫ്രണ്ട് മാത്രം വെച്ചിട്ട് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യണം. അപ്പം കുറച്ചുകൂടെ നന്നായിട്ട് ഭംഗിയിൽ നമുക്ക് കിട്ടും. മൊത്തത്തിൽ വെട്ടരുത്, കാരണം അങ്ങനെ ആകുമ്പോൾ ബാക്കിൽ പിടുത്തം ഉണ്ടാവും. പക്ഷേ ഫ്രണ്ട് സൈഡ് നമ്മൾ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് കുഴിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒട്ടും ചുളുക്കം ഉണ്ടാകത്തില്ല. വീനെക്കൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഭാഗം മുതൽ നമുക്ക് 1/2 ഇഞ്ച് വീതിയിലും കൂടെ കുഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതേപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിടിക്കുമ്പോൾ ഒരുപോലെ തന്നെ കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് ഓർക്കണം. വലതും ഇടതും ഇങ്ങനെ വ്യത്യാസം വരരുത് കുഴിച്ച് കട്ട് ചെയ്യുമ്പോൾ. അത് നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് ചെയ്താൽ മതി. ഇനി അടുത്ത സ്ലീവാണ്. സ്ലീവിൻ്റെ എൻഡ് നമ്മൾ രണ്ടായിട്ട് മടക്കി ഇതുപോലെ ഒരു സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കൊടുക്കുവാണേ. അതിനുശേഷം നമുക്ക് നേരത്തെ കാണിച്ച ലേസിൻ്റെ ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കും. അപ്പോൾ അത് തിരിച്ചോ മറിച്ചോ എങ്ങനെ വേണോ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് പുറത്തേക്ക് തെള്ളി നിൽക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ എനിക്ക് സീക്വൻസോ ലേസിൻ്റെ ഇതിങ്ങനെ ദേഹത്ത് തൊടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ചൊറിച്ചിൽ പോലൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് തുണിയിലേക്ക് തന്നെ വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ എൻഡ് ഭാഗത്ത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ച് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പം ലേസ് വയ്ക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് സിമ്പിളായിട്ട് തന്നെ തയ്ച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ സീക്വൻസിൻ്റെ അല്ലാത്തത് പല ടൈപ്പ് ലേസുകൾ ഇപ്പോൾ വാങ്ങാനായിട്ട് കിട്ടും. ഒരുപാട് പേര് ലേസ് വെച്ചിട്ട് ഒത്തിരി ഡിസൈൻസ് ചെയ്തിടുന്നത് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു എനിക്കിഷ്ടം തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു മോഡൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് ഇതിലേക്ക് യോജിപ്പിക്കണം. അപ്പോൾ നമ്മളിത് കുഴിച്ച് കട്ട് ചെയ്തില്ലേ, അപ്പോൾ ഇവിടുത്തെ സ്റ്റിച്ച് ഒന്ന് അഴിഞ്ഞു പോകും. അപ്പോൾ ആ ഷോൾഡറിലെ അത് ഒന്ന് ലോക്ക് ചെയ്തിട്ട് വേണം സ്ലീവ് പിടിപ്പിക്കാനായിട്ട് കേട്ടോ. ഇല്ലെങ്കിൽ അതിങ്ങനെ പെട്ടെന്ന് അഴിഞ്ഞു പോകും. അപ്പോൾ കറക്റ്റ് മിഡിൽ പോയിന്റിൽ നമ്മൾ സ്ലീവിൻ്റേത് വെച്ച് കൊടുത്തു. എന്നിട്ട് 2 വശത്തേക്കും തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ സ്ലീവ് തയ്ക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, നമ്മൾ എല്ലാ വീഡിയോയിലും അത് കാണിക്കാറുള്ളതാണ്. അപ്പോൾ അടുത്തത് ഞാൻ ഷേപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എലൈൻ മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വണ്ണം മാർക്ക് ചെയ്തത് ഇവിടെ 6 ഇവിടെ 6 ഇഞ്ച് സ്ലീവിൻ്റെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ 6.5 വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്നും ഒരു 14 ഞാൻ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ വണ്ണം 9 കൊടുത്തു. പിന്നെ നമ്മൾ ഇതെല്ലാം കൂട്ടി യോജിപ്പോൾ ഇവിടം വരുമ്പോൾ ഇങ്ങനെ എൻഡിലേക്ക് വളച്ചങ്ങ് വരച്ചാൽ മതി. അപ്പോൾ ഞാനിത് ഷേപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഭാഗം നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വരച്ചെടുത്തൂടെ തന്നെ നമ്മൾ തയ്ച്ചെടുക്കുകയാണ്. ആം ഹോൾ നമുക്ക് 9 ആം ഫിറ്റ് വരുന്നത്. എന്നിട്ട് ഷേപ്പിൻ്റെ അവിടെ ഇങ്ങനെ കൊണ്ടുവരിക, നേരെ ഇങ്ങനെ വളച്ച് താഴേക്ക് വയ്ക്കുക. അറിയത്തില്ലെങ്കിൽ ഒരു സ്കെയിൽ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് എടുത്താൽ മതി. ഒരിക്കലും വളഞ്ഞ് വരത്തില്ല, കാരണം നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരത്തുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് നമ്മൾ തയ്ച്ചെടുക്കുക. അപ്പോൾ നമുക്കറിയാം എന്തെങ്കിലും വളവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് നമുക്ക് തയ്ച്ച് വരും. എന്നിട്ട് ഇടഭാഗം ഹിപ്പിൻ്റെ അവിടം വരുമ്പോൾ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് വീതി കൂട്ടി ഇങ്ങോട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ വണ്ണം വയ്ക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അഴിച്ചു മാറ്റാനായിട്ട് വീണ്ടും ഹിപ്പിൻ്റെ അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. 3ാമത്തെ സ്റ്റിച്ച് വീണ്ടും 1/4 ഇഞ്ച് വീതി കൂട്ടി തയ്ച്ചെടുക്കുക. അങ്ങനെ 3 സ്റ്റിച്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് തയ്യൽ തുമ്പ് ഈ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം 1 ഇഞ്ച് വീതി, അങ്ങനെയാണ് ഞാൻ ഇടുന്നത്. ഒത്തിരി വീതി ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഷേപ്പ് കിട്ടത്തില്ല. ഈ തുണിയെല്ലാം കൂടെ അകത്തിങ്ങനെ ചുളുങ്ങി ഇങ്ങനെ ഇരിക്കും, ഒരു ഷേപ്പ് തരത്തില്ല തുണി. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് 1 ഇഞ്ച് വീതി മാത്രം ഇട്ട് കൊടുത്താൽ മതി. എല്ലാ ഭാഗവും നമ്മൾ ഒരേപോലെ തന്നെ 1 ഇഞ്ച് വീതി ആയിരിക്കണം. അല്ലാതെ ഇടഭാഗം മാത്രം വീതി കൂട്ടാതെ ഒത്തിരി തയ്യൽ തുമ്പ് ഇട്ട് വയ്ക്കരുത് കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒട്ടും ഷേപ്പ് കിട്ടത്തില്ല. ഇനി അടിഭാഗത്ത് റോൾ ഹെം ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് റോൾ ഹെമ്മിൻ്റെ ഫൂട്ട് ഇട്ട് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ 2ആയിട്ട് മടക്കി തയ്ച്ച് കൊടുത്താലും മതി. പിന്നെ റോൾ ഹെം ഫൂട്ട് സാധാ മെഷീനൊക്കെ കിട്ടുമെന്ന് ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. കുറേ നാൾ മുന്നേ ഞാനൊന്ന് തിരക്കി നോക്കിയായിരുന്നു, അന്നേരം കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ സാധനം കിട്ടിയില്ല. അന്ന് അത് ഇറങ്ങി തുടങ്ങിയതേ ഉള്ളെന്നാണ് പറഞ്ഞത്. ഇപ്പം ചിലപ്പോൾ കിട്ടുമായിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് തിരക്കി നോക്ക്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്കിത് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, ഇതേപോലെ നല്ല ഭംഗിയായിട്ട് അടിപൊളി കുർത്തിയാണ്. നമുക്ക് സിമ്പിളായിട്ട് ഡെയിലി യൂസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാണ്. പിന്നെ ഇതിൻ്റെ തന്നെ സെയിം പാൻറ്റ് മേടിക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടെ ഭംഗിയാണ്. കോട്ട് സെറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ പാൻറ്റിൻ്റെ തന്നെ കളറ് നമുക്ക് ലേസായിട്ടും വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള നൈറ്റി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഹോൾസെയിലായിട്ട് നമ്മൾ ചുരിദാർ മെറ്റീരിയൽസും കൊടുക്കുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.